കടിക്കലടാ. അപ്പൊ ഒരു അതേ ഉമ്മയുടെ എന്തോ പിങ്ക് കളറിൽ ഉണ്ടാക്കാണ്ട് ഞാൻ നോക്കിട്ട് കേട്ടാ. എടാ നാളത്തേക്ക് മാറ്റി വെച്ചോ, 24 മണിക്കൂറുള്ളിൽ വിളിച്ചാൽ നാളത്തേക്ക് എനിക്ക് വെക്കാൻ പറമ്മ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 24 hours പിങ്ക് ചലഞ്ച് ആയിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ഇപ്പൊ സമയം 5:30 ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എണീറ്റിട്ടുള്ളൂ, അത് തന്നെ വലിയ എനർജി ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇന്ന് 24 hours നമ്മൾ പിങ്ക് സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക. ഇപ്പൊ ഫുഡ് ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, പിങ്ക് മാത്രം പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പിങ്ക് ബെഡ്ഷീറ്റും തലങ്ങനെ അതൊക്കെ ഇട്ടിട്ടാണ് കിടന്നത്. ഡ്രസ്സൊക്കെ കിടക്കുന്നത് പിങ്കാണ്. അപ്പൊ നമ്മള് ഇന്ന് പിങ്ക് സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുള്ളൂ ഫുഡൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. സമയം നോക്കിക്കോട്ടെ ഫ്രണ്ട്സ്, 5:30 രാവിലെ. അപ്പൊ ആദ്യം നമുക്കൊന്ന് ഫ്രഷ് ആവാം, എന്നിട്ട് പിന്നെ ഇപ്പൊ പ്രേയറിന്റെ സമയമാണല്ലോ. അപ്പൊ പ്രേയർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, ഫസ്റ്റ് പരിപാടി ബ്രഷിംഗ് ആണ് കേട്ടോ. അപ്പൊ ബ്രഷ് നമ്മളിവിടെ പിങ്ക് കളറിലുള്ള ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പേസ്റ്റ് വേണം. പേസ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയൊരു ഉപയോഗിക്കുന്ന പേസ്റ്റാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറ് കേട്ടോ. പക്ഷെ അത് ബ്ലൂ കളറാണ്, നമുക്ക് പിങ്ക് കളർ തന്നെ വേണ്ടേ. പക്ഷെ ഫൈസിൽ ഇവിടെ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. അവന്റെ പേസ്റ്റ് പിങ്ക് ആണെന്ന് തോന്നുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ നമുക്കത് എടുക്കാം. ഫ്രണ്ട്സ്, പിങ്ക് കളർ അപ്പൊ നമ്മൾ പിങ്ക് സോപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഫ്രണ്ട്സ്, ഇപ്പൊ ഞാൻ ഫ്രഷ് ആയിട്ടുണ്ട്, ബ്രഷ് ഒക്കെ ചെയ്തു നോക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് സമയം വൈകാൻ പാടില്ല കേട്ടോ. ഞാൻ പോയി നിസ്കരിച്ചിട്ട് വരാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, ഇങ്ങനെ നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഇങ്ങനെ പുറത്ത് വന്ന് നിൽക്കുമ്പോൾ അടിപൊളി വൈബാണ് കേട്ടോ. നല്ല രസമാണ്, നല്ല ഫ്രഷ് ആവും നമ്മൾ. അന്നത്തെ ദിവസം അടിപൊളിയാവും. അപ്പൊ നമുക്കിനി കുറച്ചു നേരം പഠിക്കാം അല്ലെ. അപ്പൊ ഞാൻ സാധാരണ രാവിലെ ഒക്കെ എണീക്കുമ്പോ ഇവിടെ ഇരുന്നാട്ടോ പഠിക്കാറ്. പിന്നെ കുറച്ചേരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ ഇരുന്നിട്ടാണ് പഠിക്കാറ്. മുകളിലത്തെ നമ്മുടെ സ്റ്റഡി റൂം നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മള് അതിന്റെ ടൂറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാണാത്ത കൂട്ടുകാർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഞാനിങ്ങനെ തലേ ദിവസം തന്നെ ഉറങ്ങാൻ പോണതിന് മുന്നേ മോളിൽ നിന്ന് വന്നിട്ട് നാളെ പഠിക്കാനുള്ള ബുക്ക്, അതായത് ഇന്ന് പഠിക്കാനുള്ള ബുക്കൊക്കെ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ശരിക്കും വെട്ടിട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മോളിൽ പോയിരുന്നു പഠിക്കുക. അത് ധൈര്യം ഇല്ലായിട്ടൊന്നല്ല കേട്ടോ ഫ്രണ്ട്സ്, ചെറിയൊരു ഭയത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നമുക്ക് കാണാം കേട്ടോ. ഞാൻ പഠിക്കട്ടെ. അപ്പൊ ഇപ്പൊ സമയം 8 മണിയായിട്ടുണ്ട് കേട്ടോ. നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓടി അടുക്കളയ്ക്ക് വന്നതാണ്. അപ്പൊ ഇവിടെ വന്നപ്പോ ഉണ്ട് ഇടിയപ്പം കടലക്കറിയാണ് അവർ കഴിക്കാൻ പോണത്. അപ്പൊ നമുക്കത് കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നമുക്ക് പിങ്ക് കളറിലുള്ള ഫുഡ് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്, നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ടൊന്ന് കണ്ടോട്ടോ, നമുക്ക് ഉണ്ടാക്കാം. ഫ്രണ്ട്സ്, ഇവിടെ അടുക്കളയിൽ കുറച്ച് തട്ടുമുട്ടൊക്കെ ഉണ്ട്. ഉമ്മയും വല്യമ്മയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയാണ്. അപ്പൊ അതും നമുക്ക് മൈൻഡ് ചെയ്യാൻ കേട്ടോ. നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പൊ നമ്മളിത് മിക്സ് എടുത്തിട്ടുണ്ട്. മൈദപ്പൊടിയാണ് കേട്ടാ. പാലിട്ടാ, പാല് നമുക്ക് പകുതി വെച്ചു. മഞ്ഞ നമുക്ക് മുട്ടയുടെ മഞ്ഞയാണ് ഇട്ടത്. മുട്ടയുടെ മഞ്ഞ, ഏലക്കായപ്പൊടി നമുക്കൊരു പിഞ്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച്. നമ്മൾ ഇതില് ബേക്കിംഗ് സോഡ അങ്ങനത്തെ സോഡാപ്പൊടി ഒന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. നമുക്ക് അതിന് പകരമായിട്ട് കുഞ്ഞിപ്പഴം ഇട്ട് കൊടുക്കാം. കുഞ്ഞിപ്പഴം നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു വലിയ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം.
ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതൊരു പിങ്ക് കളർ ആക്കണ്ട. അതിനൊരു സൂത്രപ്പണി ഉണ്ട് കേട്ടാ. ഇത് നമ്മൾ രാവിലെ തന്നെ കളറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് രാവിലെ തന്നെ ഫുഡ് കഴിക്കുമ്പോൾ അത്ര ഹെൽത്തി ആവൂലല്ലോ. അപ്പൊ നമുക്കൊരു സൂത്രപ്പണി ഉണ്ട്. കണ്ടില്ലേ, നമ്മൾ കുറച്ച് ഹെൽത്തി വെർഷൻ ആക്കാൻ നോക്കുകയാണ് കേട്ടാ. നമ്മുടെ ബീട്രൂട്ട് ആണ് ഇത്. നമ്മൾ വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുത്ത് നീരൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിങ്ക് കളർ കിട്ടും. ഭയങ്കര ഹെൽത്തി വെർഷൻ ഒക്കെയാണ്. പഠിച്ചവനെ രസം ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഇത് അടിച്ചെടുക്കാട്ടാ. എന്നിട്ട് ഇത് കഴിക്കാം. ഇപ്പൊ നമ്മളിത് അടിച്ചെടുത്തപ്പോ നല്ല പിങ്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ഇതിലോട്ട് ചേർത്ത മുട്ടയുടെ മഞ്ഞല്ലേ, ഇനി നമുക്ക് ബാക്കിയുള്ള മുട്ടയുടെ വെള്ളം നമ്മൾ നല്ലോണം അടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ പാൻ കേക്ക് ഇത്തിരി ഫ്ലഫി ആയിട്ടൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്റ്റൈലൊക്കെ ആവാല്ലേ. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് പാത്രത്തിൽ ഒഴിക്കാം. എന്നിട്ട് നമ്മുടെ എഗ് വൈറ്റ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ എഗ് വൈറ്റ് കണ്ടില്ലേ ഫ്രണ്ട്സ്, നല്ല ഇങ്ങനെ ഒട്ടും പോരാണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പറ്റൂലല്ലോ. അപ്പൊ അതിന് പകരമായിട്ട് നമുക്കൊരു പിങ്ക് കളറിലുള്ള മിൽക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് കഴിക്കാം. അപ്പൊ നമുക്ക് ആദ്യമുള്ളത് കോൺഫ്ലെക്സും പാലാണ് കേട്ടോ. ഇപ്പൊ ഇത് ഇളക്കിയ പിങ്ക് ആയാൽ മാത്രമേ അത് കഴിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇളക്കി നോക്കാം. പഠിച്ചാൽ പിങ്ക് ആയാൽ മതിയായിരുന്നു. ഫ്രണ്ട്സ്, അവിടെ പാലൊക്കെ പിങ്ക് കളറാണ്. അപ്പൊ കഴിക്കാൻ പറ്റൂലേ? പറ്റും, കുഴപ്പമില്ലല്ലോ. പിങ്ക് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ ജ്യൂസ് ഉണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്ന പാലും അനാറും കൂടി അടിച്ചതാണ് കേട്ടോ. പിങ്ക് തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ ബീട്രൂട്ട് പാൻ കേക്ക് ആണ്. അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മുകളിൽ നമ്മൾ കുറച്ച് ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. കാണാൻ നല്ല മൊഞ്ചൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. പക്ഷെ കഴിക്കുമ്പോ ടേസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പൊ ഇനി നമുക്കിത് കഴിക്കാം. ജ്യൂസ് ഇവിടെ വെക്കട്ടെ. നമുക്ക് പാൻ കേക്ക് കഴിക്കാം. നമുക്കിത് കഴിക്കാം. വാവ്, നല്ല ഫ്ലഫി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉള്ളിലും പിങ്ക് ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഫുള്ള് പിങ്ക് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സ്. ഇത് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാനല്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് സാധനം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. അത് കഴിക്കട്ടെ കേട്ടോ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതുമാത്രം നമുക്ക് കളറൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഹെൽത്തി അല്ലേ? അപ്പൊ ഞാനിത് കഴിച്ചു കഴിഞ്ഞിട്ട് കുളിച്ചിട്ടൊക്കെ ഒന്ന് റെഡി ആയിട്ടൊക്കെ വരാം കേട്ടോ ഫ്രണ്ട്സ്.
ഇപ്പൊ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ കുറച്ചേരം കൂടി ഇതിന് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ സമയം 11 മണി ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സ്നാക്ക് ഒക്കെ കഴിക്കാൻ, ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും സ്നാക്ക് ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് താഴേക്ക് പോവാട്ടോ. ഇവിടെ നമ്മുടെ മാക്രോൺസ് ഉണ്ട്. അങ്ങനെ പറയാ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോന്ന് പറഞ്ഞോട്ടോ കേട്ടോ ഫ്രണ്ട്സ്. എന്നാലും അങ്ങനെ ഞാൻ പാക്കറ്റുമ്മ കണ്ടത്. പിന്നെ നമ്മുടെ ബിസ്ക്കറ്റ് ഉണ്ട്. ഇത് പിങ്ക് ആണെന്നൊക്കെ വിശ്വസിക്കണു. പിന്നെ ഇത് നമ്മുടെ ജെല്ലി ഇല്ലേ അതുണ്ട്. പിന്നെ ഇത് ഗുലാബ് ജാമുൻ ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് പിങ്ക് ആയാൽ മതിയായിരുന്നു, തുറക്കുമ്പോ പടച്ചവനെ ആയാൽ മതിയായിരുന്നു. അപ്പൊ ഇത്ര സാധനങ്ങൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കഴിക്കാം എന്തെങ്കിലുമൊക്കെ. ഇത് കുട്ടു അവിടെ ഉണ്ട്. നമ്മളവനെ കൂട്ടിലിട്ടിട്ടില്ല. അവൻ കൂട് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അവനവിടെ നടന്നൊക്കെ കളിച്ച് നടന്നോളൂ. അപ്പൊ ആൾക്ക് ബോറടിക്കുകയില്ല. പക്ഷെ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കണ കാണുമ്പോഴേ അവനിക്ക് പേടിയാവുന്നുണ്ടെന്ന് തോന്നാണ്ട്. അപ്പൊ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പൊ മാക്രോൺസ് ആദ്യം കഴിക്കാതെ ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ്. ഇത് അടിപൊളി സാധനം കേട്ടാ. ഒരു പ്രാവശ്യം നമ്മളിത് കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ വാങ്ങിക്കുന്നത് ഇപ്പോഴാണ് ഫ്രണ്ട്സ്. പൊടി വയലിടുമ്പത്തേക്ക് അലിഞ്ഞു പോകണം ഫ്രണ്ട്സ്. നമ്മുടെ പഞ്ഞിമിട്ടായിട്ടില്ലേ ഫ്രണ്ട്സ്, അതുപോലെ കേട്ടോ സാധനം. അതല്ല, അതുപോലെയാണ്. നമുക്ക് ഇത്ര കഴിച്ചാൽ മതി. ചിലപ്പോ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് വിശന്നില്ലെങ്കിലോ ചോറ് കഴിക്കണ്ടേ. അപ്പൊ ഇത്ര മതി. പിന്നെ നമുക്ക് ഇതെന്തെങ്കിലും കഴിക്കാം. അത് വേണ്ട, അതെനിക്ക് പേടിയാണ്. ഇത് തുറന്നു നോക്കാം. നമുക്ക് ബിസ്ക്കറ്റ് കഴിക്കാം ഫ്രണ്ട്സ്. അടുത്ത ഇത് കഴിക്കാം. അയ്യോ പറ്റൂല ഫ്രണ്ട്സ്. ഇത് ബ്രൗൺ കളറാണ് കേട്ടോ. അയ്യോ ഉള്ളിൽ ക്രീമാണ്. വെള്ളയും പിങ്കും ആണ് ഉള്ളിലത്തെ ക്രീം മാത്രം. ദേ കള്ളൻ അവരെടുത്ത് അത് കഴിച്ച്. എനിക്കതായത് ഇത് കഴിക്കാൻ പറ്റൂല ഫ്രണ്ട്സ്. ഇത് പിങ്ക് അല്ലല്ല. അപ്പൊ ഉള്ളിലാകെ പേരിന് കുറച്ച് ക്രീം മാത്രം പിങ്ക് ഉള്ളൂ. അപ്പൊ അത് നമുക്ക് കഴിക്കണ്ടെന്നാ. ഞാൻ പ്ലിങ് ആയി ഫ്രണ്ട്സ്. ഞാൻ ഭയങ്കര ബിസ്ക്കറ്റ് ഒക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഗുലാബ് ജാമുൻ ഫ്രണ്ട്സ് കണ്ടോ, നമ്മുടെ അവസാനത്തെ പ്രതീക്ഷ ജെല്ലിയും കൂടി ഉണ്ട്. ഇതെനിക്ക് കഴിക്കണം. ഓ ഫ്രണ്ട്സ് ഒരു മിനിറ്റ് കേട്ടോ. നമ്മുടെ കുട്ട് ഇവിടെ വെച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ കഴിക്കുമ്പോ ഒന്ന് നോക്കിക്കണം മോശമല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ മാതളം കുട്ടിന്റെ ഫേവറേറ്റ് ആണ്. അത് മാത്രമല്ല അവനും പിങ്ക് ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പൊ നമുക്കിത് കൊടുക്കാം. കുട്ടിന്റെ മാതളം വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങോട്ടാ ഇവിടാട്ടാ കഴിച്ചോ. കുട്ടി എങ്ങനെയുണ്ട് കഴിച്ചോക്ക്. അവന്റെ ഫ്രണ്ട്സ് അപ്പൊ കുട്ടിന്റെ കറിയോടെ സോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗുലാബ് ജാമുൻ കഴിക്കാം. അല്ല കഴിക്കാനല്ല, പിങ്ക് കളർ ആണോ എന്ന് നമുക്ക് ആദ്യം നോക്കാം അല്ലേ. അത് ക്യാരൽ പൈസ നിനക്ക് പൊട്ടിക്കാൻ പറ്റില്ല. ഓ രക്ഷയില്ല ഫ്രണ്ട്സ്. ഇത് പിങ്ക് അല്ല, ബ്രൗൺ ആണ്. ഗുലാബ് ജാമുൻ ഉണ്ടാവോ പിങ്ക്? എന്ത് ജാമുൻ? ഗുലാബ് ജാമുൻ. എന്താണ് പ്രശ്നം? അല്ല ഇപ്പൊ നീയും പിങ്ക് ചലഞ്ചിലുണ്ടല്ലോ. അപ്പൊ അവന് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അപ്പമ്മയും കഴിച്ചോളൂ. അവരില്ലല്ലോ. കേട്ടു. അപ്പൊ പിന്നെ ഇതൊന്നും കഴിക്കില്ല. എന്നാ പിന്നെ എന്തിനാ പിങ്ക് ഒക്കെ കഴിച്ച് കഴിച്ചു? അയ്യോ ഞാൻ കഴിക്കില്ല മോനെ. ഞാൻ പിങ്ക് ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ കഴിക്കുള്ളൂ കേട്ടാ. എന്നെ പോലെ തന്നെ എടാ നാളത്തേക്ക് മാറ്റി വെച്ചോ. 24 മണിക്കൂറുള്ള ചലഞ്ച്. ഫ്രണ്ട്സ് അപ്പൊ എന്തായാലും എനിക്ക് ഗുലാബ് ജാമുൻ. ഫ്രണ്ട്സ് ഇനി ലാസ്റ്റ് ഐറ്റം ജെല്ലി. ഇത് ജെല്ലി അല്ല കേട്ടോ, കോക്കോൺ പുഡിംഗ് എന്നെന്താണ് ഇതിന്റെ പേര്. അങ്ങനെ എനിക്ക് അറിയില്ല കേട്ടോ. എന്നാലും നമുക്കിത് കഴിക്കും. ഇത് പല ഫ്ലേവറിലുണ്ട്. മഞ്ഞ, പച്ച, അങ്ങനെ കുറെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ പിങ്ക് ചലഞ്ച് ആയതുകൊണ്ട് തന്നെ പിങ്ക് കളറുള്ള വാങ്ങിച്ചു. സ്ട്രോബെറി ഫ്ലേവർ ആണ്. പുഡിംഗ് ആണ് ഫ്രണ്ട്സ്, ജെല്ലി അല്ല പുഡിംഗ്. അപ്പൊ ഇത് കഴിക്കാ. അടിപൊളി യമ്മി. പറയാം ഒന്നുമില്ല. പച്ചോളോ ഫ്ലേവർ അവിടെ പോയി അതിന്റെ
നമ്മളിത് അധികം ഒന്നും കഴിക്കുന്നില്ല കേട്ടോ, കാരണം നമുക്ക് ഉച്ചക്കത്തേക്ക് ഫുഡ് കഴിക്കണം. ഇപ്പൊ തന്നെ 11:15 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോഴും നേരത്തെ അടുക്കളയിൽ കയറിയാലേ ഉച്ചക്ക് പിങ്ക് കളറിൽ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ സാധാരണ ഉച്ചക്ക് കഴിക്കാൻ ചോറല്ലേ, ചോറ് വെള്ള കളറാണ്, പിങ്ക് ഒന്നും അല്ലല്ലോ. പിങ്ക് കളറിലുള്ള ഫുഡ് എന്താന്ന് നിങ്ങൾക്ക് അറിയോ? ഞാൻ ഇതുവരെ പിങ്ക് കളറിലൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ എന്തിട്ടുണ്ട് ഉണ്ടാക്കാൻ? നീ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ പിങ്ക് കളറിൽ? ഇതുപോലെ മിഠായി അങ്ങനത്തെ ഒക്കെ കഴിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഞാൻ അധികം ഫുഡ് അങ്ങനെ പിങ്ക് കളറിൽ നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, അടുക്കളയിൽ കയറിയിട്ട് സംഭവം സെറ്റ് ആക്കാം ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് അടുക്കളയിൽ പോവാം. സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചോറ് കഴിക്കുന്നത് ബീട്രൂട്ട് ചോറാണ് കേട്ടാ. കണ്ടില്ലേ, നല്ല പിങ്ക് കളറാണ് ഫ്രണ്ട്സ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൽ കുറെ കറിവേപ്പിലും പച്ചമുളകൊക്കെ ഉണ്ട്, അത് പച്ച കളറല്ലേ. അപ്പൊ അതൊന്നും ഞാൻ കഴിക്കൂല കേട്ടോ ഫ്രണ്ട്സ്, ആകെ പിങ്ക് മാത്രം ഞാൻ കഴിക്കുള്ളൂ. കണ്ടില്ലേ ഫ്രണ്ട്സ്, കറക്റ്റ് പിങ്ക്, അടിപൊളി അല്ലേ ഫ്രണ്ട്സ്. ഇതിപ്പോ കൊറേ ചോറുണ്ട് ഇട്ടില്ല, ഇത്രയൊന്നും ഞാൻ കഴിക്കൂല. ഉമ്മ വിളമ്പിയപ്പോ കൊറേ വിളമ്പിന്നുള്ളൂ. എന്തായാലും ഞാൻ ഇത്ര കഴിക്കൂല. അപ്പൊ ഇനി എന്തായാലും കഴിച്ചു തുടങ്ങാം. ഇനി ഉമ്മ നല്ല കച്ചമ്പർ കൂടി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് വേറെ ഒന്നല്ല, നമ്മള് തൈരിൽ ബീട്രൂട്ട് ഇട്ട് റെഡിയാക്കിയതാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി പിങ്ക് ആണ്. നമുക്ക് കഴിച്ചു തുടങ്ങാം കേട്ടോ. ഇത്രയും കഴിച്ചിട്ടുണ്ട്, എനിക്ക് വയറ് നിറഞ്ഞു കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ, എനിക്ക് ഇത്രയും ഞാൻ കഴിക്കാറുള്ളൂ. അപ്പൊ ഇപ്പൊ ലഞ്ച് നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തട്ടെ ഓരോന്ന് നോക്കി. കുട്ടുവേ, കുട്ടുവിന്റെ സീഡ് കഴിഞ്ഞു പോയല്ല. കുട്ടു അത് കടിക്കണടാ. അപ്പൊ ഒരു അതെ ഉമ്മയുടെ പിങ്ക് കളറിൽ ഉണ്ടാക്കാണ്ട് ഞാൻ നോക്കിട്ട് കേട്ടാ. സാധനം കാണുമ്പോ തന്നെ കഴിക്കാൻ എന്ത് പുഡിങ്ങാണത്? ആവോ ഉമ്മല്ല ഉണ്ടാക്കിയത്, ഞാനത് അറിഞ്ഞിട്ടൊന്നുമില്ല. ഫ്രണ്ട്സ്, അപ്പൊ ഉമ്മ എന്താന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉമ്മ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തിട്ടാണ് സാധനം എന്നാണ് പറയാൻ പറഞ്ഞേക്കണേ കേട്ടോ. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഫ്രണ്ട്സ്, ഇതിന്റെ മുകളിൽ കുറെ ഇങ്ങനെ ഡെക്കറേഷൻ വേണ്ടിയിട്ടും ഇങ്ങനെ കാഷ്യൂനട്ടും അങ്ങനത്തെ സീഡൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതൊക്കെ പച്ചയും വെള്ളയും കളറൊക്കെയാണ്. അപ്പൊ അതൊന്നും നമ്മൾ കഴിക്കൂല കേട്ടോ. പൈസ കഴിക്കും, ഞാൻ കഴിക്കൂല. നമ്മളല്ലേ ചലഞ്ച് ചെയ്യണേ. എങ്ങനെയുണ്ട്? ഞാൻ കഴിച്ചോട്ടെ ഫ്രണ്ട്സ്. അടിപൊളി. ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ സംഭവം. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇങ്ങനെ നല്ല അടിപൊളി. എന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, പപ്പാക്കും പിടികിട്ടിയിട്ടില്ല. അപ്പൊ ഇതെന്തായാലും ഞാൻ കഴിക്കട്ടെ. എനിക്കും തിന്നണ്ടേ, എനിക്ക് മാത്രം തിന്നാ. ഉമ്മ മനസ്സിലായില്ല എന്തിട്ടാന്ന് ഉമ്മ പറ. മനസ്സിലായില്ല? ബീട്രൂട്ട് പുഡിംഗ്. ഫ്രണ്ട്സ്, ഇത് ബീട്രൂട്ട് പുഡിംഗ് ആണ്. കണ്ടില്ലേ? എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ശരിക്കും.
ചോക്ലേറ്റ് തന്നെയാണല്ലോ. ഫ്രണ്ട്സ് ഒട്ടും ബീട്രൂട്ടിന്റെ ഫ്ലേവർ ഇല്ലാട്ടോ. ഓ വെജിറ്റബിൾ പുഡിംഗ്, അടിപൊളി പേരല്ലേ. 4 മണിക്കത്തെ ഫുഡും കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഒന്ന് ഇത്തിരി നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെ ഇവിടെ ഞങ്ങൾ ഇത്തിരി നേരമൊക്കെ നടന്ന് ഒന്ന് ഇത്തിരി നേരം റിലാക്സ് ചെയ്തിട്ടൊക്കെ നമ്മളങ്ങനെ ഡിന്നർ ഉണ്ടാക്കാൻ പോവുള്ളൂ. ഇതൊക്കെ മതിയല്ലോ, ഇപ്പൊ 4 മണിയല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇനി നടക്കാൻ പോവാ ഇത്തിരി നേരം. പിന്നെ 8 മണിക്കൊക്കെയാണ് നമ്മള് സാധാരണ ഡിന്നറൊക്കെ കഴിക്കാറ് കേട്ടോ. അപ്പൊ ഞാൻ നടക്കാറില്ല, സൈക്കിൾ നമ്മളെ സൈക്കിളോട്ട് ഞാൻ നടക്കും. അപ്പൊ 8 മണിക്ക് നമുക്ക് കാണാം. 8 മണിക്കല്ല, ഒരു 7 മണിക്കൊക്കെ നമുക്ക് അടുക്കളയിൽ കയറിയാൽ 8 മണിക്ക് ഡിന്നർ ആവുള്ളൂ. പിങ്ക് കളറിൽ ഉണ്ടാക്കണ്ടേ. അപ്പൊ നമുക്ക് 7 മണിക്കാണ്. ഇപ്പൊ നമ്മുടെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് പിങ്ക് കളറിലുള്ള നൂഡിൽസ് ആണ്, കണ്ടില്ലേ. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ജ്യൂസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ജ്യൂസ് നമ്മുടെ കുമ്പട്ടിങ്ങ പാലിലിട്ട് അടിച്ചതാണ് കേട്ടോ, പിങ്ക് കളറായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഡിന്നർ. ഇനി നമുക്കിത് കഴിക്കാം. നമ്മുടെ ഡിന്നർ അത്ര ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂല, കാരണം നമ്മൾ നൂഡിൽസ് അല്ലേ എടുത്തേക്കണത്. ഇപ്പൊ ഞാൻ ബീട്രൂട്ടിന്റെ റൊട്ടി ആക്കാന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇപ്പൊ ഡിന്നറിലെങ്കിലും ബീട്രൂട്ട് ഒന്ന് ഒഴിവാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നൂഡിൽസ് എടുത്തതാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കഴിക്കാം. പിങ്ക് കളർ ആണെന്ന് വെച്ച് നമ്മുടെ നൂഡിൽസിന്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ, സെയിം ടേസ്റ്റ് ആണ് നൂഡിൽസ് തന്നെ. നമുക്ക് ഇത് കഴിക്കാം, ജ്യൂസ് കുടിക്കാം. നമ്മൾ എപ്പോഴും ഇവിടെ ഉണ്ടാക്കാറുള്ള ജ്യൂസാണ്, അടിപൊളി ജ്യൂസാണ്, നല്ല ടേസ്റ്റ് ആണിത്. ഫ്രണ്ട്സ്, ഇനിയിപ്പോ ഈ ഡിന്നർ കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ എന്തോ ഒരു ഐറ്റം പിങ്ക് കളർ ഒന്നുകൂടി ഇരിപ്പുണ്ട്. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതും കൂടെ കഴിക്കാം. ഇന്നെന്താന്ന് പറഞ്ഞാൽ പിങ്ക് ഡേ ആയതുകൊണ്ട് നമ്മൾ കുറെ ഫുഡ് കഴിച്ചു കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ സാധാരണ ഒരു ദിവസം ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ലഞ്ച് കഴിക്കും, ഡിന്നർ കഴിക്കും, പിന്നെ ഇടയ്ക്ക് ഒരു സ്നാക്കും കഴിക്കും. പിന്നെ ഈ പിങ്ക് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മള് എന്തൊക്കെ ഇങ്ങനെ അതും ഇതൊക്കെ ആയിട്ട് പിങ്ക് കളർ ആയതുകൊണ്ട് നമ്മൾ കുറെ കഴിച്ചപ്പോ വേർക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ ഈ ചലഞ്ച് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ഇഷ്ടപ്പെടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് വിഷമമൊന്നും ആവില്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്തോ. പിന്നെ നിങ്ങൾ ഇനി കമന്റിലൂടെ പറയുന്ന ചലഞ്ചസ് ഒക്കെ നമ്മൾ പയ്യെ ചെയ്യാട്ടോ ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ കുറെ പുതിയ കൂട്ടുകാർ ഹായ് ഒക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹായ് പറയുന്നില്ല, കാരണം ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട് ഈ വീഡിയോ. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഹായ് പറയാട്ടോ. പിന്നെ ഈ ചലഞ്ചിന്റെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇതുപോലെ ഇടാൻ പോകുന്ന കിടക്കാഴ്ച വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടും ഫ്രണ്ട്സ്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പൊ കൂട്ടുകാരൊക്കെ പോയോ? ഇവിടെ ഒരു ഐറ്റം കൂടെ ബാക്കി ഇരിപ്പുണ്ട്, അപ്പൊ ഞാൻ ഇതും കൂടെ കഴിക്കട്ടെ. ഇതും പിങ്ക് ആണ് കേട്ടോ. 24 hours അല്ലേ നമ്മുടെ ചാലഞ്ച്. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ബൈ.